നമസ്തേ, ധനന്തരൻ പേരിടുകയാണ്. ഈ പഴയകാല ഗ്രന്ഥങ്ങൾ, ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് 75 നയാ പൈസ വിലമതിക്കുന്ന ഗ്രന്ഥമാണ്. പഴയകാല ഗ്രന്ഥങ്ങളിലെ ചില യോഗങ്ങളുണ്ടല്ലോ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച യോഗങ്ങൾ ഞാൻ ഇന്നൊന്ന് സന്ധ്യസമയത്ത് എടുത്ത് നോക്കിയപ്പം ഒരു മനസ്സിനൊരു കുളിർമ തോന്നുകയാണ്. ഇതിനകത്തൊരു ജഡരാഗ്നിക്ക് ബലം വർദ്ധിപ്പിച്ചുകൊണ്ട് ജ്വരത്തെ ശമിപ്പിക്കാൻ പറ്റുന്നൊരു കഷായമുണ്ട്. ആവിത്തോൽമലർ ചുക്ക് വിഷ്ണു ദൈത മുക്കാ കൊടുത്തുവതൻവേരും ചാരണയും കരിമ്പും ഇവയിട്ടൊപ്പിച്ചുകൊണ്ട് അങ്ങനെ നാലെന്നായ കഷായ നീരളവേ മൂന്നാൾ മോർക്കഞ്ഞി കുടിച്ചിടുന്നവർക്ക് പനിപ്പതില്ല ഘനമായുണ്ടാകും അഗ്നീർബലം. വിശപ്പില്ലാതെ പനി ഉണ്ടാകുന്നൊരവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നൊരു കഷായയോഗമാണ്. ആവിത്തൊലി, മലര്, ചുക്ക്, വിഷ്ണുദൈത, വിഷ്ണുക്രാന്തി, മുക്ക ത്രിഫലത്തോടിനാണ് മുക്ക എന്നുള്ള വിശേഷണം വരുന്നത്. മുക്ക കൊടിത്തുവതൻ പേരും, കൊടിത്തുവയും ചാരണ തഴുതാമ പേരാണ്. ചാരണയും കരിമ്പും ഇവയിട്ടൊപ്പിച്ചുകൊണ്ട് അങ്ങനെ കരിമ്പും ചേർത്ത് കഷായം വെച്ച് മൂന്നാൾ മോര് കൂട്ടി കഞ്ഞി കുടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ കഷായത്തിൻ്റെ ഒരു സവിശേഷത. അതാണ് മോര് കൂട്ടി കഞ്ഞി കുടിച്ചാൽ പനിപ്പതില്ല ഘനമായി ഉണ്ടാകും അഗ്നീർബലം. നല്ല വിശപ്പുണ്ടായി നല്ല പനിയും മാറുകയും ചെയ്യും. നോക്കിക്കുക, കഷായത്തിൻ്റെയൊക്കെ ആ ഒരു വരികൾ കണ്ടോ, രചന കണ്ടോ. ഈ ഋഷീശ്വരന്മാർ രചിച്ചു വെച്ചിരിക്കുന്ന ചില യോഗങ്ങൾ കാണുമ്പോൾ മനസ്സിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പഠിച്ചതും മായാതെ മറയാതെ നിൽക്കുന്നു. തോയത ഭൂനിമ്പ വടാധാന്യം അഹൌഷധൈ ഹൃതകഷായ സർവേഷാം ജ്വരാണാം പാചനപരം. ജ്വരത്തിന് പറഞ്ഞിരിക്കുന്നതാണ്. നാഗരാമൃത ഹരീതകീ ക്രമാൽ നാഗഹസ്ത നയനാംഗ്രി ഭാഗശ സാധു സിദ്ധമുദകം സശർക്കരം നാശ അത്യഹില ദോഷജ്വരം. അതും ജ്വരത്തിന് പറഞ്ഞിരിക്കുന്ന കഷായങ്ങളാണ്. ഇതൊക്കെ പണ്ടുകാലത്ത് പഠിച്ചതാണ്. ഈ സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, പഠിച്ചാലും മനസ്സിൽ നിന്നുമായില്ല. നെല്ലിക്കുഴിയിൽ എല്ലാ വെള്ളി ശനി ദിവസങ്ങളിൽ ഞാനുണ്ടാവും ഡോക്ടർ അമലിനോടൊപ്പം. അവിടുത്തെ ബുക്കിംഗ് നമ്പർ 7012632754 ആണ്. നന്ദി, നമസ്തേ. ധനേന്ദ്രൻ വൈദ്യൻ ഇടുക്കിയാണ്.